പെർമ്യൂട്ടേഷൻസ്. സോ എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഫസ്റ്റ്. സോ നമ്മളൊരു 4 ലെറ്റർ വേർഡ് എന്ന് കൺസിഡർ ചെയ്യുകയാണ് വിത്തൗട്ട് മീനിങ്. അത് റോസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു 4 ലെറ്റർ വേർഡ് കൺസിഡർ ചെയ്തെടുക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു കേസിൽ അതിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ROSE എന്ന് എഴുതാം, അതുപോലെ തന്നെ REOS, അങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ ആ ഒരു ലെറ്റേഴ്സിനെ തന്നെ അറേഞ്ച് ചെയ്താൽ നമുക്ക് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ കേസിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന എന്താണ്, നമ്മൾ ആ എഴുതുന്ന ഒരു ഓർഡറിനുമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇതിലെ ഓരോ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ എ 3 ലെറ്റർ വേർഡ്. അതായത് 3 ലെറ്റർ വേർഡാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. തന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്ന വേർഡാണ്. സോ അതിനകത്ത് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? NUMBER. സോ ഈ 6 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 6 ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും, നമ്മൾ 3 ലെറ്റർ വേർഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമുക്ക് ഡിഫറെൻറ്റ് ബേസിൽ നിന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു NUM എന്ന് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ NMU, MUN, NUB, അങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ ഈ തന്നിരിക്കുന്ന ആൽഫബറ്റ്സിനെ നമുക്ക് 3 ലെറ്റർ വേർഡായിട്ട് അറേഞ്ച് ചെയ്യാം. സോ ഒരു വിത്തൗട്ട് മീനിങ് ആകും. സോ അതിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം എത്രയായിരിക്കും? 6 ആയിരിക്കും. ദാറ്റ് ഈസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ്. നമുക്ക് കിട്ടുന്ന വേർഡ്സ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ ഓൾറെഡി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്തൊരു പ്രോബ്ലമാണിത്. സോ അതിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? തന്നിരിക്കുന്നത് 6 ലെറ്റേഴ്സാണ് തന്നിരിക്കുന്നത്. സോ അത് വെച്ച് ഫോം ചെയ്യേണ്ടത് 3 ലെറ്റർ വേർഡാണ്. ഇത് റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ആ ഒരു കേസിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വഴി എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് 6 × 5 × 4. ദാറ്റ് ഈസ് ഇവിടെ 3 ലെറ്റർ വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഫോം ചെയ്യേണ്ടത്. സോ ഒരു റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ നമ്പർ ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 6 × 5 × 4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. സോ ഈ കേസിൽ തന്നെ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വഴി നമുക്ക് നമ്പർ ഓഫ് പോസിബിൾ വേർഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 × 6 × 6, വിച്ച് മീൻസ് ദാറ്റ് ഓൾറെഡി യൂസ് ചെയ്ത അതേ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് 3 ലെറ്റർ വേർഡ് ഫോം ചെയ്തെടുക്കാം. സോ അവിടുത്തെ ഒരു നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 × 6 × 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 216 ആയിരിക്കും. സോ നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിൾ വെച്ച് എന്താണ് പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. A permutation is an arrangement in the definite order of a number of objects taken some or all at a time. സോ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള നമ്പേഴ്സ്, ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വെച്ച് നമ്മളൊരു പോസിബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാണ്. സോ അറേഞ്ച്മെൻറ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് എല്ലാം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചില ഡിജിറ്റ്സ് മാത്രം എടുക്കാം. നമ്മൾ പോസിബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു നമ്പർ ഓഫ് വേസ് അല്ലെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ പെർമ്യൂട്ടേഷൻ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഇൻ ദ ഡെഫിനിറ്റ് ഓർഡർ ഓർ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൻ സം ഓർ അറ്റ് എ ടൈം. സോ ഇതിനൊരു ഫസ്റ്റ് കേസായിട്ട് നമുക്ക് നോക്കാം. പെർമ്യൂട്ടേഷൻ ഇഫ് ഓൾ ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റൻറ്റ്. സോ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ വരുന്നതെന്ന് നോക്കാം. സോ ഒരു തിയറമായിട്ട് വരുന്നത് എ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൻ r at a time where 0 less than r less than or equal to n and the objects do not repeat is n into n minus 1, n minus 2 into n minus r plus 1, which is denoted by NPR. സോ NPR എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ്റെ ഒരു ഫോർമുലയ്ക്കാണ് ഈ തിയറം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിൽ നിന്നും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള 6 ഒബ്ജക്ട്സ് ആയിരിക്കും അറ്റ് എ ടൈമിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്താണ്, ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് എന്നിൻ്റെ വാല്യൂവിനോട് താഴെയായിരിക്കും, അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂയോട് ഈക്വൽ ആയിരിക്കും. സോ 0 less than r less than or equal to n ആയിരിക്കും ആ ഒരു കണ്ടീഷൻ വരുന്നത്. സോ NPR എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? n into n minus 1, n minus 2 into n minus r plus 1. സോ അറ്റ് എ ടൈമിൽ n ഒബ്ജക്ട്സിൽ നിന്നും 6 ഒബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയായിട്ട് വരുന്നതും ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് NPR is equal to n into n minus 1, n minus 2 into etc. into n minus r plus 1. സോ ആ കേസിലൊരു എക്സാമ്പിൾ നോക്കാം. The number of permutations of 5 different objects taken 3 at a time where 0 less than 3 less than or equal to 5 and the objects do not repeat. സോ കേസിൽ വന്നിരിക്കുന്ന എന്നിന് വാല്യൂവിന് പകരം തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 5 ആണ്. സോ അറ്റ് എ ടൈമിൽ ഇതിൽ നിന്നും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള 3 ഒബ്ജക്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. സോ ഒരു 3 വേക്കൻറ്റ് സ്പേസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു 3 വേക്കൻറ്റ് സ്പേസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്.
സോ ടോട്ടൽ 5 നിന്നും ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വഴി ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 4 × 3 ആയിരിക്കും. സോ ആ ഒരു ഇക്വേഷനെ തന്നെ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ ഇക്വേഷനായിട്ട് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സോ 5 × 4 × 3. സോ 5 എന്ന് പറയുന്നത് ഇവിടെ എന്നിൻ്റെ വാല്യൂ തന്നെയാണ്. സോ 4നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് 5 ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 4 = 5 - 1 ആണ്. സോ 4ന് പകരം നമ്മൾ 5 - 1 എന്ന് എഴുതി. സോ അതുപോലെ തന്നെ 3നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് 5 ആയിട്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ 3 = 5 - 2 ആണ്. സോ ഒരു സെക്കൻഡ് ഇക്വേഷന് വന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് n ആണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ n എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 5 ആണ്. സോ ഇതേ ഇക്വേഷനിൽ തന്നെ നമുക്ക് ആറിൻ്റെ വാല്യൂയും കൊണ്ടുവരണം. സോ ഇവിടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കേസിൽ 3 ആയിരുന്നു. സോ 3 എന്ന് പറയുന്ന ആറിൻ്റെ വാല്യൂയും ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സോ അതിനുവേണ്ടി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് കേസിൽ ഓക്കെയാണ്. ഫസ്റ്റ് n × n - 1 ആണ്. സോ ലാസ്റ്റ് ടൈമിൽ പെർമ്യൂട്ടേഷൻ ഇക്വേഷനായിട്ട് വരുന്നത് n - r + 1 ആണ്. സോ 5 - 3 + 1 ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുവാണ്. 2 എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് 2ന് നമ്പറിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 3 - 1 എന്ന് എഴുതുകയും ചെയ്യാം. സോ ആ 2ന് പകരം നമ്മൾ 3 - 1 എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ അടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്? -3 പ്ലസ് മൈനസ് ഇൻറ്റു -1 എത്രയാണ്? +1 ആണ്. ദാറ്റ് ഈസ് 5 × 5 - 1 × 5 - 3 + 1 ആയിരിക്കും ഈ ഒരു കേസിലെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. The number of permutations of 5 different objects taken 4 at a time where 0 less than 4 less than or equal to 5 and the objects do not repeat. സോ ഈ കേസിൽ വരുന്നത് n എന്ന് പറയുന്നത് 5 ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അറ്റ് എ ടൈമിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 4 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആയിരിക്കും. സോ അതുവഴി എങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻറ്റ് സ്പേസസ്, ഇവിടെ 4 വേക്കൻറ്റ് സ്പേസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. സോ ഒരു കേസിൽ നമ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഈ കേസിൽ വരുന്നത് 4 വേക്കൻറ്റ് സ്പേസസ് ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വഴിയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 4 × 3 × 2. സോ ഈ കേസിൽ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഓരോ നമ്പേഴ്സ് നമ്മൾ റിമെയിൻ ചെയ്യുന്ന ടൈംസ് ആയിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിന് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആയിട്ട് നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. സോ 5 × 4 × 3 × 2. സോ 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ. സോ n × n - 1 × etc. n - r + 1 ആണ് നമുക്ക് ഇക്വേഷനായിട്ട് ഫോം ചെയ്ത് വരേണ്ടത്. സോ ഫസ്റ്റ് 5 എന്ന് പറയുന്നത് റിമെയിൻ ചെയ്യുന്ന അതുപോലെ തന്നെ 5. സോ 4നെ ഇൻ ടേംസ് ഓഫ് 5 ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? 5 - 1 എന്ന് അറേഞ്ച് ചെയ്യാം. സോ അതുപോലെ 3നെ നമുക്ക് 5 - 2 എന്നും അറേഞ്ച് ചെയ്യാം. സോ 5 × 5 - 1 5 - 2 × 2ന് എങ്ങനെയാണ്? 5 - 3 എന്നാണ്. അടുത്ത് നോക്കേണ്ട ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 - 3 എന്നാണ് കിടക്കുന്നത്. അതിനേക്ക് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ആറായിട്ട് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 4 ആണ്. സോ ഇൻ ടേംസ് ഓഫ് 4ൽ ആ ലാസ്റ്റ് നമ്പറിനെ 5 - 3നെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 3നെ നമുക്ക് 4 - 1 എന്ന് ചൂസ് ചെയ്യാം. സോ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് 5 - 4 - 1 നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതി. സോ 5 × 5 - 1 × 5 - 2 5 - ബ്രാക്കറ്റിൽ 4 - 1 ആണ് വരുന്നത്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 5 × 5 - 1 × 5 - 2 × 5 - 4 + 1. സോ -1 × 4 എന്ന് പറയുന്നത് -4 തന്നെയാണ്. മൈനസ് ഇൻറ്റു -1 എന്ന് പറയുന്നത് +1 ആണ്. സോ ഈ കേസിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 × 5 - 1 × 5 - 2 × 5 - 4 + 1 ആയിരിക്കും. So in general, the number of permutations of n different objects taken are at a time where 0 less than r less than or equal to n and the objects do not repeat is. ഇപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് r ഡിസ്റ്റൻറ്റ് പ്ലേസസ് ആണ്. തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് n ആണ്. സോ n ഒബ്ജക്ട്സിൽ നിന്നും r വേക്കൻറ്റ് സ്പേസ് ആണ് നമുക്ക് കേസിൽ ഫില്ല് ചെയ്യേണ്ടത്. വേറൊരു കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിൻ്റെ കേസാണ് നമ്മളോട് പറയുന്നത്. സോ ജനറൽ ആയിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൽ നിന്നും r വേക്കൻറ്റ് സ്പേസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് ഈക്വൽ ടു n × n - 1 × n - 2 etc. × n - r + 1. സോ ഇവിടെ n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സും r എന്ന് പറയുന്ന അറ്റ് എ ടൈമിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ നമ്പറും ആയിരിക്കും. അടുത്ത് നോക്കുന്നത് പെർമ്യൂട്ടേഷൻ്റെ ഒരു കോമൺ ഇക്വേഷനിലേക്കാണ്. സോ ആ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് n × n - 1 × n - 2 etc. × n - r + 1 ആണ്. സോ ആ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയിലേക്കാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ഇതിൽ ലാസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുക n - r + 1 ആണ്. സോ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനായിട്ട് എങ്ങനെ വരും?
n into n minus 1 into n minus 2 etc. into n minus ബ്രാക്കറ്റിൽ r minus 1. സോ ഫസ്റ്റ് ടേമിൽ നിന്ന് ലാസ്റ്റ് ടേമിൽ നിന്ന് നമ്മളൊരു മൈനസിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് n മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ പിന്നെ ബ്രാക്കറ്റിൽ എന്താണ് വരുന്നത്, r minus 1 ആയിരിക്കും. സോ ആ ഒരു ഇക്വേഷനെ തന്നെ നമുക്ക് പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയിലേക്കാണ് എത്തിക്കേണ്ടത്. സോ അതിന് വേണ്ടി ഒരു കോമൺ ടേം നമ്മൾ ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈയും ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് n minus r into etc. into 3 into 2 into 1. സോ ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു നമ്പറിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈയും ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് എന്ത് തന്നെയായിരിക്കും, n minus r into etc. into 3 into 2 into 1 ആയിരിക്കും. സോ ന്യൂമറേറ്ററിലായിട്ട് വരുന്നത് n into n minus 1 into etc. ടേം, ലാസ്റ്റ് ടേം എന്തായിരിക്കും, 3 into 2 ആയിരിക്കും, 3 into 2 into 1 ആയിരിക്കും. സോ ആ കേസിൽ വരുന്നത് എന്താണ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്നത്. സോ ഇവിടെ n തൊട്ട് ലാസ്റ്റ് 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. സോ ന്യൂമറേറ്ററിനെ എങ്ങനെ മാറ്റി എഴുതാം, n ഫാക്ടോറിയൽ ആയിട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. സോ ന്യൂമറേറ്ററിനെ നമുക്ക് n ഫാക്ടോറിയൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അടുത്ത ടേം എന്താണ്, n മൈനസ് ആർ എക്സെട്ര ടേംസ് 3 into 2 into 1. സോ n മൈനസ് ആർ ടേംസിൻ്റെ പ്രൊഡക്റ്റാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്, വിച്ച് മീൻസ് ദാറ്റ് n മൈനസ് ആർ ഫാക്ടോറിയൽ. സോ നമ്മുടെ ഓൾറെഡി തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും ഇത് ഇക്വേഷനായിട്ട് ഫോം ചെയ്തെടുത്ത് എന്താണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. സോ n p r എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ കേസിൽ n ഡിനോട്ട് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഗിവണും r എന്ന് പറയുന്നത് നമ്മൾ അറ്റ് എ ടൈമിൽ അതിൽ നിന്നും ചൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ നമ്പറുമാണ്. സോ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയായിട്ട് വരുന്നത് n p r ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. സോ ഈ കേസിൽ നോക്കേണ്ടത് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് എന്നിനോട് ഈക്വൽ ആകാം അല്ലെങ്കിൽ അതിൻ്റെ ബിലോ ആയിരിക്കാം. സോ n p r is equal to n factorial divided by n minus r factorial where 0 less than r less than or equal to n. Note, if r equal to n, അതായത് തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയിൽ r ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ നമ്പർ ടോട്ടൽ നമ്പറിനോട് ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല വരുന്നതെന്ന് നോക്കാം. സോ പെർമ്യൂട്ടേഷൻ്റെ ഓൾറെഡി ഫോർമുല എന്തായിരുന്നു, NPR is equal to n factorial divided by n minus r factorial ആണ്. സോ ഈ കേസിൽ n is equal to r ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് n factorial divided by n minus n factorial. ദാറ്റ് ഈസ് n factorial divided by n minus n എന്താണ്, 0 ആണ്. സോ 0 factorial. സോ കേസിൽ നോട്ട് ചെയ്യേണ്ടത് 0 factorialൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. സോ ഇക്വേഷൻ മാറ്റി എഴുതാം, n factorial divided by 1, ദാറ്റ് ഈസ് n factorial. സോ n p എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, n ഫാക്ടോറിയൽ ആയിരിക്കും. സോ കേസിൽ നോട്ട് ചെയ്യുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. നോട്ട്, ഇഫ് r is equal to 0, അതായത് പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയിൽ ആറിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വാല്യൂ എന്ന് നോക്കാം. ദാറ്റ് ഈസ് n p r is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ആറിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n p 0 is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ. n മൈനസ് 0 ഫാക്ടോറിയൽ എന്ത് തന്നെയാണ്, n ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. സോ ആ ടൈം ക്യാൻസൽ ചെയ്തിട്ട് റിമെയിൻ ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും, 1 ആയിരിക്കും. സോ n p 0 എത്രയായിരിക്കും, 1 ആയിരിക്കും. തിയറം, the number of permutations of n different objects taken are at a time when the repetition is allowed is n raised to r. സോ ഈ തിയറം പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് n ആയിട്ട് ചൂസ് ചെയ്യുകയാണ്. അറ്റ് എ ടൈമിൽ അതിൽ നമ്മൾ 6 ഒബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി, അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ എന്നിൽ നിന്നും 6 ഒബ്ജക്ട്സ് ആണ്. അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ഈ കേസിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. സോ അങ്ങനെയുള്ളൊരു കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, n raised to r ആയിരിക്കും. സോ അതിൻ്റെ ഒരു കേസ് നോക്കാം, പെർമ്യൂട്ടേഷൻസ് വെൻ ദ ഓൾ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിൻറ്റ് ഒബ്ജക്ട്സ്. അതായത് ടോട്ടൽ n ഒബ്ജക്ട്സിൽ നിന്നും ചൂസ് ചെയ്യുന്ന 6 ഒബ്ജക്ട്സ് ഡിസ്റ്റിൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കേസിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. തിയറം, the number of permutations of n objects where p objects are of same kind and the rest of all different, npr equal to n factorial divided by p factorial. സോ തിയറം പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ്, നമുക്ക് തന്നിരിക്കുന്ന n ഒബ്ജക്ട്സിൽ നിന്നും p ഒബ്ജക്ട്സ് ഓഫ് സെയിം കൈൻഡ് ആണ്. അതായത് തന്നിരിക്കുന്ന ടോട്ടൽ n ഒബ്ജക്ട്സിൽ p ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, npr is equal to n factorial divided by p factorial. സോ ഇവിടെ p ആർ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരേ ഒബ്ജക്റ്റ് തന്നെ ഒരു p ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ആ ഒരു ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, p ആയിരിക്കും. സോ npr is equal to n factorial divided by p factorial. തിയറം,
The number of permutations of n objects where p1 objects are of same kind, p2 objects of second kind, and pk of kth kind, and the rest if any of the different kind. That is n factorial divided by p1 factorial into p2 factorial into etc. pk factorial. സോ തിയറം പറയുന്നത് എന്താണ്? ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് n ആണ്. ആ ഒരു n ഒബ്ജക്ട്സ് തന്നെ സെയിം കൈൻഡ് ആയിട്ടുള്ളതായിരിക്കും p1 എന്ന് പറയുന്നത്. സോ അടുത്തൊരു സെയിം കൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ സിമിലർ ഒബ്ജക്ട്സിനെ നമ്മൾ p2 എന്ന് ഡിനോട്ട് ചെയ്തു. സോ അങ്ങനെ സിമിലർ ഒബ്ജക്ട്സിന് നമ്മൾ സെറ്റായിട്ട് ഡിനോട്ട് ചെയ്താൽ അവിടുത്തെ പെർമ്യൂട്ടേഷൻസ്, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ. ഇവിടെ kth ടൈം വരെ പറയാൻ കാരണം ഇവിടെ ഒരു k കൈൻഡ് വരുന്ന ഒബ്ജക്ട്സ് ആണ്. സിമിലർ ഒബ്ജക്ട്സ് നമ്മളൊരു സിമിലറായിട്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കേസിൽ പെർമ്യൂട്ടേഷൻ വരുന്നതായിരിക്കും ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഫാക്ടോറിയൽ, എങ്ങനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ്. സോ നോക്കാം. സോ 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ആയിരിക്കും. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3. 4 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. 5 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. സോ അത് നോക്കുവാണെങ്കിൽ ആ ഒരു ഓർഡറിലാണ് അത് പോയിരിക്കുന്നത്. സോ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് n നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n. സോ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് n ഫാക്ടോറിയൽ എന്നാണ് റീഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് അത് ഈ ഒരു സിമ്പിൾ റീഡ് ചെയ്യുന്നത് ഫാക്ടോറിയൽ എന്നാണ്. n ഫാക്ടോറിയൽ എന്നാണ് ടോട്ടലായി അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ എന്നിന് തൊട്ട് മുമ്പ് വരുന്ന ടൈം ഏതായിരിക്കും? n-1 ആയിരിക്കും. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n-1 ഇൻറ്റു n. സോ അത്രയും നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത് ഓൾറെഡി. സോ വേറൊരു നൊട്ടേഷൻ എങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. സോ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്നും വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ, ഇവിടെ n നമ്മൾ മാറ്റി നിർത്തി n-1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ n-1 നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ആ ഒരു നമ്പേഴ്സിൻ്റെ കൂടെ n കൂടെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? n ഫാക്ടോറിയൽ തന്നെയായിരിക്കും. സോ വേറൊരു രീതിയിൽ n ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. സിമിലർലി അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? n ഫാക്ടോറിയൽ തന്നെ നമുക്ക് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ. സോ ഈ ഒരു രണ്ട് നമ്പേഴ്സിന് നമ്മൾ ഫിക്സ് ചെയ്ത് n-2 ഫാക്ടോറിയൽ എന്ത് തന്നെയാണ്? ആദ്യത്തെ n-2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. സോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ n ഇൻറ്റു n-1 ചെയ്യുമ്പോൾ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? n ഫാക്ടോറിയൽ തന്നെയായിരിക്കും. സോ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ. സോ ആ ഒരു കേസിലും 3 നമ്പേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. നാലാമത്തെ നമ്പർ എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയലാണ്. അത് മാത്രം കൺസിഡർ ചെയ്താൽ എന്താണ്? 1, 2, 3 എക്സെട്ര n-1 ടൈം n-3 ടൈംസിനെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് n-3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ ഈ ഒരു 3 നമ്പേഴ്സും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? n ഫാക്ടോറിയൽ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത 2 എക്സാമ്പിൾ വെച്ചൊരു ജനറൽ തിയറത്തിലേക്കാണ് വരുന്നത്. തിയറം NPR equal to NCR into a factorial where 0 less than r less than or equal to n. ഈ കേസിൽ പറയുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തമ്മിലുള്ള ഫോർമുലയുടെ ഒരു റിലേഷനാണ് ഈ ഒരു തിയറം പറയുന്നത്. NPRൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. NPR is equal to n factorial divided by n-r factorial ആണ്. സോ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് n factorial divided by n-r factorial is equal to NCR ഇൻറ്റു ആ ഫാക്ടോറിയൽ. NCRൻ്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഫോർമുലയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആർ ഫാക്ടോറിയൽ നമ്മൾ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് NCR is equal to n factorial divided by r factorial ഇൻറ്റു n-r factorial. സോ ഒരു കേസിൽ NCRൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? n factorial divided by r factorial ഇൻറ്റു n-r factorial. സോ NPRുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണ്? ഡിനോമിനേറ്ററിലൊരു r ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. സോ ഇതായിരിക്കും NCRൻ്റെ ഫോർമുല. സെക്കൻഡ് റിമാർക്ക്, ഇൻ പർട്ടിക്കുലർ ഇഫ് r is equal to n, അതായത് NCRൻ്റെ ഫോർമുലയിൽ തന്നെ r equal to n ആവുന്ന കേസിൽ എന്താണ് വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് n factorial divided by n factorial ഇൻറ്റു n-n factorial. സോ ആറിന് പകരം നമ്മൾ ഈ കേസിൽ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് n-n factorial എന്താണ്? 0 factorial ആണ്. 0 factorialൻ്റെ വാല്യൂ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇവിടെ n factorial ഗെറ്റ് ക്യാൻസൽ, കോമൺ ടൈമാണ്. സോ റിമെയിൻ ചെയ്യുന്ന 1 divided by 0 factorial.
ദാറ്റ് ഇസ് ഈക്വൽ ടു 1/1. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ NCN ഇസ് ഈക്വൽ ടു 1. അടുത്തൊരു കേസ് വെൻ R ഇസ് ഈക്വൽ ടു 0. R is equal to 0 means that n ഒബ്ജക്റ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു കേസ് എങ്ങനെയാണ് നമ്പർ ഓഫ് കോമ്പിനേഷൻ വരുന്നതെന്നാണ്. സോ നമ്മൾ എന്താണ് കോമ്പിനേഷൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് NCR is equal to n factorial divided by R factorial into n minus R factorial ആണ്. ഈ ഒരു കേസിൽ R is equal to 0 ആണ്. ദാറ്റ് ഈസ് n factorial divided by 0 factorial into n minus 0 factorial. That is n factorial divided by 0 factorial value 1 ആണ് into n minus 0 factorial gives n factorial. അവിടെയും എന്ത് തന്നെയാണ്? n factorial and n factorial get cancel. സോ റിമെയിൻ ചെയ്യുന്ന ടൈം എന്താണ്? 1 ആണ്. സോ NCN എന്ന് പറയുന്നതും NC0 എന്ന് പറയുന്നതും എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1 ഈക്വൽ ആയിരിക്കും. സോ നെക്സ്റ്റ് കേസ് if R is equal to n minus R, അതായത് ആറിൻ്റെ വാല്യൂ n minus R ആണെങ്കിൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് NCN minus R is equal to n factorial divided by n minus R factorial into n minus n minus R. സോ ഒരു കേസിൽ ആറിൻ്റെ വാല്യൂ എന്താണ്? n minus R ആണ്. സോ നമ്മൾ ഡിനോമിനേറ്റർ ടൈം നോക്കുകയാണെങ്കിൽ n minus n minus R ആണ്. അതാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടുമ്പോൾ എന്താണ് വരുന്നത്? n minus n minus into n എന്ന് പറയുന്നത് മൈനസ് n ആണ്. ആൻഡ് മൈനസ് ഇൻറ്റു മൈനസ് ആർ ഇസ് പ്ലസ് ആർ. സോ ആ ബ്രാക്കറ്റിൽ വരുന്നത് എന്തായിരിക്കും? n മൈനസ് n പ്ലസ് ആർ ആയിരിക്കും. ഇവിടെ എന്താണ്? n ആൻഡ് n എന്ന് പറയുന്നത് n മൈനസ് n 0 ആണ് വരുന്നത്. സോ റിമെയിൻ ചെയ്യുന്നത് R factorial ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n factorial divided by n minus R factorial into R factorial. അത് ടൈമിനെ തന്നെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് എന്താണ്? n factorial divided by R factorial into n minus R factorial. ആ ഒരു ഫോർമുല എന്തിൻ്റെ ഫോർമുല തന്നെയാണ്? NCRൻ്റെ ഫോർമുല തന്നെയാണ്. വിച്ച് മീൻസ് ദാറ്റ് ആറിൻ്റെ വാല്യൂ n മൈനസ് ആറിനോട് ഈക്വൽ ആണെങ്കിൽ NCN minus R is equal to NCR. സോ ജനറൽ ആയിട്ട് എങ്ങനെ വരുന്നതാണ്? NCN minus R is equal to NCR. സോ ആറിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ആറിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? NCN minus 1 is equal to NC1. സോ ആറിന് 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ NCN minus 2 equal to NC2. സിമിലർലി നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷൻ എന്ത് തന്നെയാണ്? ഈ റിലേഷനിൽ തന്നെ നമുക്ക് ആറിന് ഡിഫറെൻറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് കേസ് if NCA equal to NCB. NCA equal to NCB ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് either A is equal to B ആയിരിക്കും, അല്ലെങ്കിൽ B is equal to N minus A. സോ ആ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് A is equal to B ആയിരിക്കും ജനറൽ കേസ്. സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ B is equal to N minus A ആണ്. സോ ആ ഒരു ടേബിളിനെ തന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? മൈനസ് എ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. ദാറ്റ് ഈസ് n is equal to A plus B. സോ വെനെവർ A equal to NCA is equal to NCB, ഒന്നുകിൽ A is equal to B ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? n is equal to A plus B ആയിരിക്കും. തിയറം NCR plus NCR minus 1 equal to n plus 1 CR. സോ കോമ്പിനേഷൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തിയറം ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ തിയറത്തിന് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് NCR plus NCR minus 1. സോ ഓരോ കേസിൽ നമ്മൾ കോമ്പിനേഷൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് NCR is equal to n factorial divided by R factorial into n minus R factorial plus NCR minus 1ൽ ആറിൻ്റെ വാല്യൂ എന്താണ്? R minus 1 ആണ്. സോ ഫോർമുലയിൽ ആറിന് പകരം R minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് n factorial divided by R minus 1 factorial into n minus R minus 1 ആണ് ഫാക്ടോറിയൽ. സോ കേസിൽ ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ഡിനോമിനേറ്റർ ടേമിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? n minus into R gives minus R and minus into minus 1 gives plus 1. സോ n minus R plus 1 ഫാക്ടോറിയൽ ആണ് നമുക്ക് ഡിനോമിനേറ്റർ ടേമായിട്ട് വരുന്നത്. സോ അടുത്തത് നോക്കേണ്ടത് കോമൺ ടേമായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ്. സോ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ഒരു R ഫാക്ടോറിയലാണ്. സെക്കൻഡ് ടേമിൽ R minus 1 ഫാക്ടോറിയൽ ആയിരിക്കും. സോ ഇതിൻ്റെ വലിയ നമ്പർ ഏതാണ്? R ഫാക്ടോറിയലാണ്. സോ R ഫാക്ടോറിയലിനെ ഇൻ ടേംസ് ഓഫ് R minus 1 ഫാക്ടോറിയലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് R into R minus 1 ഫാക്ടോറിയൽ. എക്സാമ്പിൾ നമ്മൾ 4 ഫാക്ടോറിയലാണ് എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് 4 into 3 ഫാക്ടോറിയൽ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ R ഫാക്ടോറിയലിനെ എന്തായിട്ട് അറേഞ്ച് ചെയ്തു? R into R minus 1 ഫാക്ടോറിയൽ. സോ ഇവിടെ രണ്ട് കോമൺ ടേംസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത് നോക്കേണ്ട ഡിനോമിനേറ്റർ ടേം n minus R ഫാക്ടോറിയൽ and n minus R plus 1 ഫാക്ടോറിയൽ. അതിന് വലിയ ടേം ഏതാണ്? n minus R plus 1 എന്ന് പറയുന്നതാണ് വലിയ ടേം. സോ ആ ഒരു ടേമിനെ ഇൻ ടേംസ് ഓഫ് n minus R ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് n minus R plus 1
ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 മൈനസ് 1 n മൈനസ് ആർ പ്ലസ് 1 മൈനസ് ടേം ഫാക്ടോറിയലാണ് വരുന്നത്. ആ ഒരു ടേമിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 1 and 1 ഗെറ്റ് 0 ക്യാൻസൽ ചെയ്തിട്ട് 0 വരും. സോ റിമെയിൻ ചെയ്യുന്നത് എന്താണ്? n മൈനസ് ആർ ഫാക്ടോറിയൽ. സോ ആ ഒരു വലിയ ടേമിനെയാണ് ഷോർട്ടൺ ചെയ്തിട്ട് n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്കേണ്ടത് ഇതിന് രണ്ട് ടേംസിനും കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ കോമൺ ആയിട്ട് ടേം വരുന്നത് എന്താണ്? ആർ മൈനസ് 1 ഫാക്ടോറിയൽ രണ്ട് ടേമിലുണ്ട്. സോ അതിന് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. അടുത്ത കോമൺ ആയിട്ട് വരുന്ന ടേം n മൈനസ് ആർ ഫാക്ടോറിയൽ തന്നെയാണ്. അവിടെയും ഒരു n മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട്. സോ ബ്രാക്കറ്റിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്? ഓൾസോ രണ്ട് ടേമിലും n ഫാക്ടോറിയൽ ഉണ്ട്. സോ n ഫാക്ടോറിയൽ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. സോ ബ്രാക്കറ്റിനുള്ളിൽ റിമെയിൻ ചെയ്യുന്ന ടേം എന്താണ്? സോ ഫസ്റ്റ് ടേമിൽ റിമെയിൻ ചെയ്യുന്നത് ഇത്രയും ടേംസിന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ റിമെയിൻ ചെയ്യുന്നത് ഒരു 1/r ആയിരിക്കും. സോ 1/r പ്ലസ് സെക്കൻഡ് ടേമിൽ റിമെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? n ഫാക്ടോറിയൽ ദിസ് ടേം ആൻഡ് ലാസ്റ്റ് ടേം നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. റിമെയിൻ ചെയ്യുന്നത് എന്താണ്? n മൈനസ് ആർ പ്ലസ് 1 ആണ്. സോ ആ ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് എന്തായി? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ടോട്ടൽ ബ്രാക്കറ്റിന് പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് വരുന്നത്? 1/r പ്ലസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് ആർ പ്ലസ് 1 ആണ്. സോ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ടേംസിനെ അറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് LCM കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 1 ഇൻറ്റു ദിസ് ടേം ദാറ്റ് ഈസ് n മൈനസ് ആർ പ്ലസ് 1 പ്ലസ് r ഇൻറ്റു 1 ഗീവ്സ് r ഡിവൈഡഡ് ബൈ r ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 ആണ്. ഇതിൽ നോക്കുന്നത് കോമൺ ആയിട്ട് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ എന്നാണ്. സോ ഏത് ടൈമാണ് ക്യാൻസൽ ചെയ്യുന്നത്? ഒരു മൈനസ് ആർ ആൻഡ് പ്ലസ് ആർ ആണ് വരുന്നത്. സോ ഇത് റിമെയിൻ ചെയ്യുന്നത് എന്താണ്? n പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ടൈം അതുപോലെ തന്നെയാണ്. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. n മൈനസ് ആർ പ്ലസ് 1 വന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ n പ്ലസ് 1 മൈനസ് ആർ എന്നാണ്. സോ ഒരു കോമൺ ടൈം ആയിട്ട് നമ്മൾ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ബ്രാക്കറ്റിനുള്ളിൽ റിമെയിൻ ചെയ്യുന്നത് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ r ഇൻറ്റു n പ്ലസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ആ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റിമെയിൻ ചെയ്യുന്നത് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ r ഇൻറ്റു n പ്ലസ് 1 മൈനസ് ആർ. ഇതിൽ തന്നെ ന്യൂമറേറ്റർ ടൈം നോക്കുമ്പോൾ എന്താണ്? n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ ആണ്. സോ ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 4നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ എന്ന് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? n പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് ന്യൂമറേറ്റർ ടൈമിന് അറേഞ്ച് ചെയ്യാം. സോ ഡിനോമിനേറ്റർ ടൈം നോക്കുവാണെങ്കിൽ വന്നിരിക്കുന്നത് r മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു r ഇൻറ്റു n പ്ലസ് 1 മൈനസ് ആർ ആണ്. സോ ഇവിടെയും നമുക്ക് r മൈനസ് 1 ഫാക്ടോറിയലിനെയും r ഫാക്ടോറിയലിനെയും അറേഞ്ച് ചെയ്താൽ എന്തായിട്ട് വരും? r ഫാക്ടോറിയലായിട്ട് വരും. അടുത്ത് കൺസിഡർ ചെയ്യുന്നത് n മൈനസ് ആർ ഫാക്ടോറിയൽ ആൻഡ് n പ്ലസ് 1 മൈനസ് ആർ ആണ്. സോ അപ്പോൾ അവിടെയും എന്ത് തന്നെയാണ്? n പ്ലസ് 1 മൈനസ് ആറിൻ്റെ ഫാക്ടോറിയലായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ആ ഒരു ടോട്ടൽ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? n പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ. സോ ഈ ഒരു കേസിൽ നമ്മുടെ കോമൺ NCRൻ്റെ ഫോർമുലയിൽ നിന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? ഈ ഒരു കേസിൽ എന്നിൻ്റെ വാല്യൂവിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? n പ്ലസ് 1. അതായത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ എന്തായിരിക്കും? എന്നിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് n പ്ലസ് 1 ആണ്. സോ ആ ഒരു കേസിൽ n പ്ലസ് 1 ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സും അറ്റ് എ ടൈമിൽ 6 ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ്റെ ഫോർമുലയായിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് n പ്ലസ് 1 CR. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു എന്താണ് കിട്ടിയിരിക്കുന്നത്? n പ്ലസ് 1 CR. ദാറ്റ് ഈസ് NCRൻ്റെ ഫോർമുല ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. അതേ ഫോർമുല തന്നെ എന്നിന് പകരം എന്താണ് ഈ കേസിൽ വന്നിരിക്കുന്നത്? n പ്ലസ് 1. സോ എൻ്റെ ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR. എക്സാമ്പിൾ NC9 ഈക്വൽ ടു NC8 ഫൈൻഡ് NC17. സോ എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് NC17 ആണ്. സോ ആദ്യം നമ്മൾ എന്നിൻ്റെ വാല്യൂ ആണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ റിമാർക്ക് കണ്ടിരുന്നു NCA ഇസ് ഈക്വൽ ടു NCB ആണെങ്കിൽ രണ്ട് കേസാണ് വരുന്നത്. എയ്തർ A ഇസ് ഈക്വൽ ടു B ആയിരിക്കണം ഓർ A പ്ലസ് B ഇസ് ഈക്വൽ ടു N ആയിരിക്കണം. ദാറ്റ് ഈസ് A ഇസ് ഈക്വൽ ടു B എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എയുടെ വാല്യൂ ഇവിടെ 9ഉം ബിയുടെ വാല്യൂ ഇവിടെ 8ഉമാണ്. സോ A ഈക്വൽ ടു B എന്ന് പറയുന്ന കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ A പ്ലസ് B ഇസ് ഈക്വൽ ടു N ആയിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? A പ്ലസ്
ബി ആണ്. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 9 + 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 17. സോ ഈ കേസിൽ എൻ്റെ വാല്യൂ എന്താണ്? 17 ആണ്. സോ n ഈസ് ഈക്വൽ ടു 17. സോ NC 17ൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എന്നിൻ്റെ പകരം 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ NC 17. സോ NC എന്നിൻ്റെ വാല്യൂ 1 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. NC n ഈസ് ഈക്വൽ ടു 1 ആണ്. സോ എന്നിൻ്റെ സിമിലർ എന്നിനും ആറിനും സെയിം വാല്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദെയർഫോർ NC 17 ഈസ് ഈക്വൽ ടു 1.